കാണിക്കുക. ഓരോ ഡോട്ടിൻ്റെയും താഴെ ഓരോ നമ്പേഴ്സിൻ്റെ അനുസരിച്ചുള്ള ബീഡ്സ് വരയ്ക്കുക. ഈ ബീഡ്സ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസേഴ്സ് എഴുതണം. ഇപ്പം ഞാനിവിടെ കുറച്ച് ബീഡ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം 1 2 3 4 5 ആണെങ്കിൽ മുകളിൽ മാത്രം, 6 ആണെങ്കിൽ മുകളിൽ 1 താഴെ 1, 7 ആകുമ്പോൾ 5 മുകളിൽ താഴെ 2 കൂടെ ചെയ്യുമ്പോൾ 7. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർ ഈ ബീഡ്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നമ്പേഴ്സ് എഴുതണം, കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തേത് 1 ആണ്, രണ്ടാമത്തേത് 1 2, ഇപ്പം 2 എന്ന് എഴുതാം. 1 2 3 എന്ന് എഴുതാം. 1 2 3 4 എഴുതാം. 5 5 6 5 6 7. അപ്പോൾ ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബാക്കസായിട്ട് കൂടുതൽ കണക്ഷൻ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ആൻസർ നമുക്ക് പറയാനും പറ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇന്ന നമ്പറാണെന്ന് മനസ്സിലാക്കും. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു 2-3 ക്ലാസ് ഒരാഴ്ച, ഇപ്പോൾ ആഴ്ച ഒരു ദിവസമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഇതുപോലെ എഴുതുക. അപ്പോൾ 7 ദിവസം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും 2 വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് ഈ ബീഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ 8 9 എങ്ങനെ എഴുതി നോക്കാം. 8 ആകുമ്പോൾ എന്താണ്? 5 6 7 8. 9 ആകുമ്പോൾ 5 6 7 8 9. ഇങ്ങനെ തന്നെ കൗണ്ട് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സ് തരും, അതുപോലെ നിങ്ങൾ ബീഡ്സ് വരച്ച് കാണിക്കണം. അതാകുമ്പോൾ 1 ആണെങ്കിൽ ഒരു ബീഡ് വരയ്ക്കുക, 2 ആണെങ്കിൽ 2 ബീഡ്സ് വരയ്ക്കുക, 3 ആണെങ്കിൽ 3 ബീഡ്സ് വരയ്ക്കുക, 4 ആണെങ്കിൽ 4 ബീഡ്സ് വരയ്ക്കുക. അപ്പോൾ ഞാൻ ഈ വരച്ച് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നമ്പേഴ്സ് ഇതുപോലെ ഓർഡറിൽ കൊടുക്കേണ്ടാവുന്നില്ല. പേരൻസ് കൊടുക്കുകയാണെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കുക. ഇപ്പോൾ 1 കഴിഞ്ഞിട്ട് 4 കൊടുക്കുക, പിന്നെ 6, പിന്നെ 8 അങ്ങനെ കൊടുത്തവരെ ശീലിപ്പിക്കുക. അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അബാക്കസായിട്ട് കൂടുതൽ കണക്ഷനും കിട്ടും. അവരുടെ ബ്രെയിൻ ഒന്നും കൂടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ ടാലൻറ്റ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്.